ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ദേവാംഗന ഗോപികമാരുടെ കഥയാണ്. ഗർഗഭാഗവതത്തിൽ അതിമഹത്തായ മനോഹരമായൊരു കഥയാണിത്. ബഹുലാശ മഹാരാജാവിനോട് ശ്രീനാരദ മുനി പറഞ്ഞു കൊടുക്കുന്ന വൃന്ദാവന മഹാത്മ്യത്തിൽ ഉള്ള കഥയാണിത്. ഭക്തിനിർഭരവും വളരെ പുണ്യപ്രദവുമായ ഈ ഗോപികമാരുടെ കഥകൾ എത്ര കേട്ടവർക്കൊന്നും തൃപ്തി വരുന്നില്ല. ഗോപീയൂഥങ്ങളിലെ മറ്റ് ഗോപികമാരുടെ കഥകൾ കൂടി ഇനി പറയുവാൻ കനിവുണ്ടാവണം എന്ന രാജാവിൻ്റെ ചോദ്യത്തിനാണ് നാരദമുനി ദേവാംഗന ഗോപികളുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. മാളവദേശത്തിൽ നീതിമാനും ധനവാനുമായി ദിവസ്പതി എന്നൊരു ഗോപൻ ഉണ്ടായിരുന്നു. അനേകം ഭാര്യമാരൊത്ത് തീർത്ഥാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം മധുരയിലെത്തി. വ്രജേശ്വരനായ നന്ദഗോപരെ പറ്റി കേട്ടറിഞ്ഞ ദിവസ്പതി ഗോകുലത്തിലേക്ക് പോയി. നന്ദഗോപരുമൊത്ത് അദ്ദേഹം ആ വൃന്ദാവന ഭംഗിയിൽ ആകൃഷ്ടനായി മാറി. അങ്ങനെ ദിവസ്പതി എന്തു ചെയ്തുവെന്നോ 2 യോജന വിസ്താരമുള്ള സ്ഥലം അവിടെ വാങ്ങി. എന്നിട്ട് വീടുകളും ഗോശാലകളും മണ്ഡപങ്ങളും എല്ലാം നിർമ്മിച്ചവിടെ താമസം തുടങ്ങി. ദേവല മഹർഷിയുടെ അനുഗ്രഹത്താൽ ദേവസ്ത്രീകൾ ജ്വലിക്കുന്ന അഗ്നി പോലെ ദിവ്യരൂപിണികളായി ദിവസ്പതിയുടെ ഭാര്യമാരിൽ ഗോപ കന്യകകളായി ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സുന്ദരമായ രൂപം കണ്ട് ജന്മസ്മരണയോടു കൂടി അവർ അനുരാഗവിവശരായി തീർന്നു, ഭഗവാനോടുള്ള ആ പ്രേമം കൊണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ പ്രാപ്തിക്കായി അവർ മാഘവ്രതം അനുഷ്ഠിച്ചു. അരുണോദയത്തിൽ അതിരാവിലെ യമുനയിലിറങ്ങി സ്നാനമെല്ലാം ചെയ്ത ശേഷം അവരെന്തു ചെയ്യുമായിരുന്നു? ശ്രീകൃഷ്ണ ലീലകൾ ഉറക്കെ ഉറക്കെ പാടുമായിരുന്നു. അങ്ങനെ പ്രസന്നനായ ഭഗവാൻ അവരോട് വേണ്ട വരം ആവശ്യപ്പെട്ടു കൊള്ളുവാൻ പറഞ്ഞു. ഭഗവാനെ കൈകൾ കൂപ്പിക്കൊണ്ടവർ പറഞ്ഞു, കാരണനായ ഭഗവാനെ, അങ്ങയുടെ ദർശനം യോഗീശ്വരന്മാർക്കും കൂടി ദുർലഭമാണല്ലോ. ആരെയും മയക്കുന്ന സുന്ദരനായ അങ്ങയുടെ ഓടക്കുഴലും വിളിച്ചുകൊണ്ടുള്ള രൂപം ഞങ്ങൾക്ക് എപ്പോഴും കാണുമാറാവട്ടെ. അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ മാഘമാസത്തിൽ ഭഗവാൻ അവരോടൊന്നിച്ച് വൃന്ദാവന നികുഞ്ചങ്ങളിലും യമുന പുളിനങ്ങളിലുമെല്ലാം വെച്ച് തൻ്റെ രാസനൃത്തമാടി. ഭഗവാൻ പരിപൂർണതമനാണ്. ഒരു കാര്യത്തിനായി ഭൂമിയിൽ അവതാരം പൂണ്ട ഭഗവാൻ അനേകം കാര്യങ്ങളാണ് നിർവഹിച്ചത് അല്ലേ? പീതാംബരധാരിയും കിരീടകുണ്ടലങ്ങളും ശ്രീവത്സവും വനമാലയും അണിഞ്ഞ മുരളീധരനായ ആ നടനവേഷധാരിക്ക് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കഥ കേട്ട ശേഷം നമസ്കാരം ചെയ്യാം. ഇനി ജാലന്ധര ഗോപികളുടെ കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.